ഇളയമ്മേ, എല്ലാ ദീപങ്ങളും അണഞ്ഞു പോയതെന്താ? ഇതുവരെ ഇതെല്ലാം നന്നായി തെളിയുന്നുണ്ടായിരുന്നല്ലോ. അത് നാമും കണ്ടു. പെട്ടെന്നാണ് ഇവിടെ ഒരു കാറ്റ് വീശിയത്. അപ്പോൾ അന്തരീക്ഷം പൂർണ്ണമായും മാറി. ഇത്രയും വേഗം ഇവിടുത്തെ അന്തരീക്ഷം ഇങ്ങനെ മാറിപ്പോയത് എന്തുകൊണ്ടാണ്? അല്ലയോ രാജപുരോഹിത, അങ്ങയ്ക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഒരു ധാരണയുമില്ല രാജൻ. എന്നാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇതൊരു വലിയ അശുഭ സൂചനയാണ്. ഇല്ല ഇല്ല, ഇങ്ങനെ ഒരു ശുഭവേളയിൽ അകാരണമായി ഇങ്ങനെ ഒരു അശുഭ ലക്ഷണം എപ്രകാരം ഉണ്ടാകും? ഇങ്ങനെ സംഭവിക്കാൻ കാരണം അന്തരീക്ഷത്തിലെ മാറ്റം തന്നെയായിരിക്കും. ഇല്ലേ ഇല്ല, ഇങ്ങനെ ഒരു ശുഭവേളയിൽ അകാരണമായി അശുഭ സൂചന എങ്ങനെ ഉണ്ടാകാനാണ്? നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത് ഇത്രയേറെ ആളുകളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ്. ഏറെ നാളുകൾക്ക് ശേഷം രൂപനഗരത്തിൽ മഹാസതി നടക്കുകയാണ്. നമ്മളിനി അതിഥികളെ സ്വാഗതം ചെയ്യണം. അതെ അതെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. വരൂ വരൂ, നിങ്ങൾ എല്ലാവരും വരൂ വരൂ. നമുക്കിപ്പോൾ ഭയം തോന്നുന്നു ഇളയമ്മേ. കത്തിക്കൊണ്ടിരുന്ന ദീപനാളം അണയുന്നത് അശുഭമല്ലേ? നീ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപവതി. തെളിഞ്ഞുകൊണ്ടിരുന്ന ദീപനാളം അണഞ്ഞുപോയാൽ അതിൽ അശുഭമായിട്ട് എന്താണുള്ളത്? അതെ രൂപവതി, നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. സമയം വൈകുകയാണ് പുത്രി. സ്വയംവര സഭയിലേക്ക് ഏത് സമയവും വിളിച്ചേക്കാൻ ഇടയുണ്ട്. വരൂ. കനവാണു നീ, നിറവാണു നീ, നീ തന്നു സ്നേഹാമൃതം. ഇരുളാകെയും ഒളിയേകി നീ, പ്രത്യാശയായെന്നും നീ. ദേവതേ രാജകന്യേ രൂപവതി. അല്ലയോ ചണ്ഡിക മാതാവേ, അഥവാ എന്തെങ്കിലും അമംഗളം സംഭവിക്കാൻ ഇടയുണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ ദീപനാളത്തിന്റെ പവിത്രമായ പ്രകാശത്താൽ ഇല്ലാതാകട്ടെ. ദേവതേ രാജകന്യേ രൂപവതി നീയതുല്യ. ദേവതേ രാജകന്യേ രൂപവതി നീയതുല്യ. കൊള്ളാം, ഒരുക്കങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട്. തീർച്ചയായും വിക്രമദേവനും ഇവിടെ എത്തിച്ചേരുന്നതാണ്. അഥവാ അവൻ ഇവിടെ എത്തുകയാണെങ്കിൽ രാജസഹോദരൻ പ്രതാപദേവൻ വിജയിക്കട്ടെ. 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 നമ്മുടെ യുവരാജൻ കുമാരദേവൻ വിജയിക്കട്ടെ. നമ്മുടെ യുവരാജൻ കുമാരദേവൻ വിജയിക്കട്ടെ. നമ്മുടെ യുവരാജൻ കുമാരദേവൻ വിജയിക്കട്ടെ. നമ്മുടെ യുവരാജൻ കുമാരദേവൻ വിജയിക്കട്ടെ. ഇരുന്നാലും നാം രൂപനഗരത്തിലെ മഹാരാജാവിന്റെ സഹോദരൻ, അതുപോലെ നിർദ്ദേശക സംഘത്തിലെ ഒരു പ്രധാന അംഗം കൂടിയാണ് നാം, പ്രതാപദേവൻ. നിങ്ങളെ എല്ലാവരെയും നാം ഈ സ്വയംവരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.